ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, പരീക്ഷയ്ക്ക് ഇങ്ങ് അടുത്തില്ലേ? പാഠങ്ങളൊക്കെ പഠിച്ചായിരുന്നോ? പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ? അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗമാണ് കാണുക. ഇവിടെ നോക്കിയാൽ അറിയാം, രണ്ടാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. തൊട്ട് താഴെയായിട്ട് കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാനായിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ തെറ്റാതെ കൂട്ടുകാർ എഴുതണം കേട്ടോ. ഇനി നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, സിംഹരാജൻ്റെ പിറന്നാൾ. സിംഹരാജൻ്റെ പിറന്നാളിന് വൈകിയാണ് ആമച്ചാർ എത്തിയത്. അപ്പോഴത്തേനും നമ്മുടെ തത്തമ്മ ചോദിക്കുകയാണ്, എന്താ ആമച്ചാരെ വൈകിയത്? അപ്പോൾ ആമച്ചാറ് പറഞ്ഞു, എനിക്ക് നിന്നെപ്പോലെ പറക്കാൻ കഴിയില്ലല്ലോ. പിറന്നാളിന് വന്ന ജീവികളെ അവയുടെ സഞ്ചാര രീതിക്കനുസരിച്ച് തരംതിരിച്ച് എഴുതണം. ഏതൊക്കെ ജീവികളാണ് പിറന്നാളിന് വന്നത്? നോക്കിയേ കൂട്ടുകാരെ. പാമ്പ്, തത്തമ്മ, ഒച്ച്, ശലഭം, ഉറുമ്പ്, മാൻ, കാക്ക, മുയൽ, പല്ലി. അപ്പോൾ ഇവയെ നമ്മൾ എങ്ങനെയാണ് അവയുടെ സഞ്ചാര രീതി അനുസരിച്ച് തരംതിരിക്കുക? ഇഴയുന്നവ, നടക്കുന്നവ, പറക്കുന്നവ. ആദ്യം നമുക്കിതിൽ ഇഴയുന്നവ ഏതൊക്കെയാണെന്ന് എഴുതാമോ? ഇഴഞ്ഞു വന്നവർ ആരൊക്കെയാണ് കൂട്ടുകാരെ? പാമ്പ്, ഒച്ച്. ഇനി നടന്നു വന്നവയോ? മാൻ, ഉറുമ്പ്, മുയൽ. പറന്നു വന്നവർ ആരൊക്കെയാണ് കൂട്ടുകാരെ? എഴുതിക്കോളൂ. തത്ത, പൂമ്പാറ്റ, കാക്ക. പ്രവർത്തനം 2, പൂക്കൂട. ചിങ്കൻ കുരങ്ങൻ്റെ കയ്യിൽ 5 കൂടകളിൽ മുഴുവനും പൂക്കളാണ്. അത് കൊട്ടാരം അലങ്കരിക്കാനാണ് ചിങ്കൻ കൊണ്ടുപോകുന്നത്. ഓരോ കൂടയിലും ചുവപ്പും നീലയും കലർന്ന പൂക്കളാണുള്ളത്. നോക്കിയേ കൂട്ടുകാരെ, എത്ര എണ്ണമാണ് ചിങ്കൻ കുരങ്ങൻ്റെ കയ്യിലുള്ള കൂടകൾ? 5 എണ്ണം അല്ലേ? ഓരോന്നിലും എത്ര പൂക്കളാണ് ഉള്ളതെന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടില്ലേ? വായിച്ചോളൂ. ഒന്നാമത്തെ കൂടയിൽ 96 പൂക്കളും, രണ്ടാമത്തെ കൂടയിൽ 84 പൂക്കളും, മൂന്നാമത്തെ കൂടയിൽ 74 പൂക്കളും, നാലാമത്തെ കൂടയിൽ 67 പൂക്കളും, അഞ്ചാമത്തെ കൂടയിൽ 54 പൂക്കളുമാണുള്ളത്. എഴുതിക്കോളൂ. ഓരോ കൂടകളിലും നീല നിറത്തിലും ചുവന്ന നിറത്തിലുമുള്ള പൂക്കൾ എത്ര എണ്ണമാണുള്ളത്? എഴുതാം. നോക്കിയേ, ഒന്നാമത്തെ കൂട. നീലപ്പൂക്കൾ 45 എണ്ണം എന്ന് തന്നിട്ടുണ്ട്. ചുവന്ന പൂക്കൾ എത്ര എണ്ണമായിരിക്കും? എങ്ങനെയാണ് കണ്ടെത്തുക കൂട്ടുകാരെ? 96-ൽ നിന്നും 45 കുറച്ചാൽ മതി അല്ലേ? ആകെയുള്ള പൂക്കളിൽ നിന്ന് നീലപ്പൂക്കളുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ ചുവന്ന പൂക്കളുടെ എണ്ണം കിട്ടും. ഇനി ചുവന്ന പൂക്കളുടെ എണ്ണം തന്നിരുന്നാൽ നീലപ്പൂക്കളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ആകെ പൂക്കളിൽ നിന്ന് ചുവന്ന പൂക്കളുടെ എണ്ണം കുറച്ചാൽ മതി. എഴുതിക്കോളൂ. ഒന്നാമത്തെ കൂടയിൽ നീലപ്പൂക്കൾ 45ഉം ചുവന്ന പൂക്കൾ 51മാണുള്ളത്. രണ്ടാമത്തെ കൂടയിൽ ആകെ 84 പൂക്കളാണുള്ളത്. അതിൽ 40 ചുവന്ന പൂക്കളാണുള്ളത്. എങ്കിൽ നീലപ്പൂക്കൾ എത്ര? 44. അടുത്ത് മൂന്നാമത്തെ കൂടയിൽ 74 പൂക്കളാണുള്ളത്. അതിൽ 20 എണ്ണം നീലപ്പൂക്കളാണ്. അങ്ങനെയെങ്കിൽ ചുവന്ന പൂക്കൾ എത്ര എണ്ണമാണുള്ളത്? അതെ, 54 എണ്ണമാണുള്ളത്. അടുത്ത് നാലാമത്തെ കൂടയിൽ 67 പൂക്കളുണ്ട്. അതിൽ 32 എണ്ണം ചുവന്ന പൂക്കളാണ്. അങ്ങനെയെങ്കിൽ നീലപ്പൂക്കൾ എത്ര? 35. അടുത്തത് അവസാനത്തെ പൂക്കൂടയിൽ 54 പൂക്കളാണ് ആകെയുള്ളത്. അതിൽ 14 എണ്ണം നീലപ്പൂക്കളാണ്. അങ്ങനെയെങ്കിൽ ചുവന്ന പൂക്കൾ എത്ര? എഴുതിക്കോളൂ. 40. പ്രവർത്തനം 3, വരികൾ കൂട്ടിച്ചേർക്കാം. സിംഹരാജൻ്റെ പിറന്നാളിന് ജീവികൾ എല്ലാവരും ഒത്തുകൂടി കൂട്ടമായി പാട്ടുപാടി.
പാട്ട് നോക്കിയ കൂട്ടുകാരെ. ചിറകു വിരിച്ചു പാറി വരുന്നു സുന്ദരിയാകും തത്തമ്മ, പീലി വിടർത്തി ആടി വരുന്നു ചേലേറുന്നൊരു മയിലമ്മ. പിന്നെ ആരൊക്കെയാണ് വന്നത്? നമുക്ക് അടുത്ത 4 വരികളിൽ എഴുതിയാലോ? എഴുതാം. ചില്ലകൾ തോറും ചാടി വരുന്നൊരു വികൃതിക്കാരൻ കുരങ്ങച്ചൻ, മൈതാനത്ത് ഓടി നടന്നു കുഞ്ഞു കുറുമ്പൻ മുതലച്ചാർ. ഇതുപോലെ കൂട്ടുകാരും കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ എഴുതുമല്ലോ അല്ലേ? പ്രവർത്തനം 4. പദപ്രശ്നം. പിറന്നാളിന് വന്ന ജീവികളെ സഞ്ചാര രീതിക്കനുസരിച്ച് തരംതിരിച്ച് എഴുതിയില്ലേ കൂട്ടുകാരെ? അവയുടെ പ്രത്യേകതകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ജീവികളാണെന്ന് കണ്ടെത്തി കൂട്ടുകാരെ പദപ്രശ്നം പൂർത്തിയാക്കണം. നോക്കാം. വലത്തോട്ട്. വലിയ ചെവിയുണ്ട്, സസ്യാഹാരം മാത്രമേ കഴിക്കൂ. ഒന്നാമത്തേത് ആരാണ് കൂട്ടുകാരെ? ആന. എഴുതിക്കൊള്ളൂ. രണ്ടാമത്തേത് കണ്ടാൽ ഒരു രോമക്കൂട്, തിന്നാനിഷ്ടം തേൻകൂട്, കായിൽ തുടങ്ങും എന്നുടെ പേര്. ആരാണ്? അതെ, എഴുതിക്കൊള്ളൂ, കരടി. മൂന്നാമത്തേത് സഞ്ചാരം രാത്രിയിൽ, മരച്ചിലയിൽ തലകീഴായി തൂങ്ങും, കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ആരാ കൂട്ടുകാരെ? അതെ, വാവൽ. അടുത്ത് നോക്കി താഴോട്ട് എഴുതേണ്ടതാണ്. പുറം തോടുണ്ട്, നടത്തം പതുക്കെ പതുക്കെ, വെള്ളത്തിൽ നീന്തും, മുട്ടയിടും. ആരാ? ആമ. എഴുതിക്കോളൂ, ആമ. അടുത്തത് കൂർത്ത നഖവും പല്ലും മാംസാഹാരവും കഴിക്കും, കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഞാൻ ദേശീയ മൃഗമാണ് കേട്ടോ. ആരാ? കടുവ. എഴുതിക്കോളൂ കൂട്ടുകാരെ. അപ്പം നമുക്ക് ഇതുപോലെ പദപ്രശ്നം ചോദിച്ചാലും കൂട്ടുകാരെ എഴുതാനായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പ്രവർത്തനം 5. സംഭാഷണം പൂർത്തിയാക്കാമോ? പൂർത്തിയാക്കാം. സിംഹരാജന്റെ പിറന്നാൾ ആഘോഷം കെങ്കേമമായി നടന്നു. ചിന്നിക്കുരുവിയെ മാത്രം കണ്ടില്ല. അവൾക്കിതെന്തു പറ്റി? മടക്കയാത്രയിൽ മിന്നുത്തത്ത ചിന്നിക്കുരുവിയെ കാണാൻ പോയി. മിന്നുത്തത്ത ചോദിച്ചു, ചിന്നു, പിറന്നാളിന് നിന്നെ കണ്ടില്ലല്ലോ. ചിന്നു പറഞ്ഞു, ഇന്നലത്തെ കാറ്റിലും മഴയിലും എൻ്റെ കൂട് തകർന്നു പോയി. അപ്പോൾ മിന്നുത്തത്ത പറയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചിന്നു പറഞ്ഞു, എനിക്ക് ഒന്നും പറ്റിയില്ല മിന്നി. അപ്പോൾ തത്തമ്മ പറയാണ്, നീ ഇന്ന് എൻ്റെ കൂടെ വന്നോളൂ, എൻ്റെ കൂട്ടിൽ താമസിക്കാം. അപ്പോൾ കുരുവി പറഞ്ഞു, വളരെ നന്ദി മിന്നി. അങ്ങനെ മിന്നി തത്തയും ചിന്നുവും കൂടെ ഒരുമിച്ച് അവരുടെ കൂട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 2ാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്